ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു വെനസ്ഡേ എത്തിയിരിക്കുന്നു, നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമൊക്കെ ഒരുപാട് DIYs ചെയ്യാറുണ്ടല്ലേ. ഞാൻ കൂടുതൽ ഹോം റെമഡീസാണ് ചെയ്യുന്നത്. എങ്കിലും ഞാൻ എൻ്റെ സ്കിന്നിനെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നേരിട്ട് കാണുമ്പോഴും ചോദിക്കും. നമ്മുടെ ഈ ഒരു ബ്യൂട്ടി വ്ളോഗിൽ തന്നെ ഞാൻ എക്സ്റ്റേണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ സ്കിൻ എത്രത്തോളം സൂക്ഷിക്കുന്ന ആളാണെന്ന്. അപ്പോൾ പ്രത്യേകിച്ച് അമ്മമാരായിട്ടുള്ള ലേഡീസ്, പിന്നെ ഇപ്പോൾ എന്നെപ്പോലെ ഗ്രാൻഡ് മദേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെ സ്കിന്ന് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. കാര്യം നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ സ്കിൻ കെയർ വളരെ വളരെ കാര്യക്ഷമമായിട്ട് സൂക്ഷിക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അത് ആദ്യം മുതൽ, അതായത് ഇപ്പോൾ ഒരുപാട് പ്രായമാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ സൂക്ഷിച്ചു തുടങ്ങണം. അപ്പോൾ പലപ്പോഴും ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കാറില്ല സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ. കാരണം നമ്മൾ കുറച്ച് ലേറ്റായിട്ട് കുറേ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം, ലൈക്ക് പിഗ്മെൻറ്റേഷനും എന്താ പറയുക ഫൈൻ ലൈൻസ്, റിങ്കിൾസൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ, അത് ഏർലി 30s തന്നെ നമ്മൾ സ്കിൻ കെയർ റുട്ടീനൊക്കെ ഒന്ന് ഫിക്സ് ചെയ്താൽ, നമ്മൾ എന്തൊക്കെ കഴിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നോക്കണേ. സ്കിൻ കെയറിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പല ആൾക്കാരും സ്കിൻ കെയർ അത്ര കെയർ ചെയ്യാറില്ല. കാര്യം പിന്നെ പിഗ്മെൻറ്റേഷൻ വന്നു, ഡാർക്ക് സ്പോട്ട്സ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാകും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കും. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇപ്പോൾ പല വീഡിയോസിൻ്റെ താഴെ വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി ഓൾറെഡി എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, റിങ്കിൾസ് വന്നു, 50+ ആണ്, ഇനി എന്തെങ്കിലും ചെയ്താൽ ശരിയാകും എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി ചെയ്താലും ശരിയാകും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഒരുപാട് പെട്ടെന്ന് ചേഞ്ചസ് വരില്ല, പക്ഷേ ഗ്രാജുവലി ചേഞ്ചസ് കൊണ്ടുവരാം. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് 30 ആകുമ്പോൾ തന്നെ നമ്മൾ സ്കിൻ കെയറിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനും സ്കിന്ന് സൂക്ഷിക്കാനുമായിട്ട്, അല്ലെങ്കിൽ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്താ അറിയാമോ? സ്ലീപ്പാണ്, ഉറക്കം. കൃത്യമായി ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ എവറി നൈറ്റ് ഉറങ്ങിയിരിക്കണം. ഓക്കെ, എല്ലാ രാത്രികളിലും 8 മണിക്കൂർ ഉറങ്ങിയാൽ, അത് ഉറങ്ങിയില്ലെങ്കിൽ സ്കിന്നത് കാണിക്കും. സ്കിന്ന് കാണിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കണ്ണിനടിയിൽ തടിപ്പ് വരും, ഓക്കെ, പഫിനെസ് വരും, കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് വരും. പിന്നെ അതുപോലെ സ്കിന്ന് കുറച്ച് ഡള്ളാകും, ഡ്രൈ ആകും, പിന്നെ ഏജിങ് സൈൻസ് ഒക്കെ കാണിച്ചു തുടങ്ങും. അതായത് പിഗ്മെൻറ്റേഷൻ, ഓക്കെ, പിന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ലാക്ക് ഓഫ് സ്ലീപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ സ്കിന്ന് ശരിക്കും പറഞ്ഞാൽ റിപ്പയർ ആകുന്ന സമയം, അല്ലെങ്കിൽ റിപ്പയർ ആൻഡ് റീജുവിനേറ്റഡ് ആകുന്ന സമയം നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ഈ ഉറങ്ങുന്ന സമയം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ആ സമയത്താണ് സ്കിന്നൊരു റിപ്പയർ മോഡിലേക്ക് പോകുന്നത്. ആ സമയത്ത് സ്കിന്നിൻ്റെ സെൽ റീജനറേഷനും അതുപോലെ കൊളാജൻ പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഈ 8 മണിക്കൂർ ഉറക്കം എന്നുള്ളത് പതിവ് തെറ്റിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാര്യം സ്കിന്നിന് ഒരു റിപ്പയർ ചെയ്യാനൊരു സമയം കൊടുക്കണ്ടേ, സ്കിന്നിന് ഒരു റെസ്റ്റ് കൊടുക്കണ്ടേ. ആ റെസ്റ്റ് കൊടുത്താൽ മാത്രമേ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് ആ ഒരു ഡിഫറൻസ് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ സ്ലീപ്പ് പുവർ സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഹോർമോൺ ഇംബാലൻസസും സംഭവിക്കാം. അത് ബ്രേക്ക് ഔട്ട്സ് വരാനും നമ്മുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും ഒക്കെ ഒരു കാരണമാകും. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് അറിയാമല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രേക്ക് ഔട്ട്സ് വരുമ്പോൾ ധാരാളമായിട്ട് കുരു മുതലായ കാര്യങ്ങൾ വരും. സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായി പോകും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് പ്രയോറിറ്റി സ്കിൻ കെയറിൻ്റെത് സ്ലീപ്പ് തന്നെയാണ്. പിന്നെ സെക്കൻഡ് പ്രയോറിറ്റി, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നെ സൂക്ഷിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സപ്ലിമെൻറ്റ് കഴിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ഇതെല്ലാം കൂടാണ്ട് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നല്ല ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റണമെന്നില്ല. എങ്കിലും ഒരു ഏജ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ലാക്ക് ചെയ്യും. അപ്പോൾ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട നിർബന്ധമാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സപ്ലിമെൻ്റ് എങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എത്രത്തോളം എക്സ്പെൻസീവായിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താലും, എത്രയും പൈസ മുടക്കിയിട്ട് സ്കിന്നിന് വേണ്ടിയിട്ട് പല ക്രീമുകളും പാക്കുകളും മാസ്കുകളും ഒക്കെ സെറംസും ഒക്കെ പുരട്ടിയിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു ഹെൽത്തി സ്കിന്ന് വേണമെങ്കിൽ അത് ഉള്ളിൽ നിന്ന് തന്നെ വരണം. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് DIYs കാണിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, സ്കിന്ന് പുറമേ നിന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കുക, എങ്കിലും അതിനൊരു ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ വരണം ആ ഗ്ലോ. ആ ഉള്ളിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഉള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഫുഡിൻ്റെ രീതിയിലാണെങ്കിലും ഇതുപോലെ നമുക്ക് അത്രയും ന്യൂട്രിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്നൊരു സമയം ഉണ്ടാകും. ബോഡിക്ക് കുറേ എക്സ്ട്രാ കാര്യങ്ങൾ കൊടുക്കേണ്ട സമയം ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ് കഴിക്കുക. സപ്ലിമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ
കഴിക്കണം, സ്കിന്നിന് ആവശ്യമുള്ള കാര്യങ്ങൾ കഴിക്കണം. അപ്പോൾ നമ്മുടെ റൊട്ടീനിൽ, സ്കിൻ കെയർ റൊട്ടീനിൽ മസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു സപ്ലിമെൻ്റ് എങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. അത് വളരെ മസ്റ്റാണ്. ഇനിയെങ്കിലും നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ സപ്ലിമെൻറ്റ് കഴിച്ചു തുടങ്ങണം. അപ്പോൾ നമുക്ക് ഈ സപ്ലിമെൻറ്റ് കഴിച്ചു തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ഹെൽത്ത് കിട്ടുകയുള്ളൂ. കാരണം അപ്പോൾ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, ഡൾനെസ്, ഡ്രൈനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറിക്കിട്ടും. ഒരുപാട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് അങ്ങനെ ഒരു സപ്ലിമെൻറ്റ് കഴിച്ചാൽ. അപ്പോൾ ആ സപ്ലിമെൻറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട്, എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു സപ്ലിമെൻറ്റാണ് ഗ്ലൂത്തത്തോയോൺ. അപ്പോൾ ഈ ഗ്ലൂത്തത്തോയോൺ തന്നെ പല പല ബ്രാൻഡുകൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനതിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. HK വൈറ്റൽസിൻ്റെ ഗ്ലൂത്തത്തോയോണാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ കൂടുതലുണ്ട്. മറ്റ് മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് ഗ്ലൂത്തത്തോയോണിൻ്റെ കാര്യങ്ങളെക്കാട്ടിലും ഈ HK വൈറ്റൽസ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സപ്ലിമെൻറ്റ്, ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ കഴിക്കുന്നത്. ഇതാണ് ആ ഒരു സംഭവം. ദാറ്റ് ഈസ് HK വൈറ്റൽ സ്കിൻ ഗ്ലൂത്തത്തോയോൺ. ഗ്ലൂത്തത്തോയോൺ. ഇതാണ് ഞാൻ കഴിക്കുന്ന ബ്രാൻഡ് സപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് മസ്റ്റാണ്. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. കാര്യം ഇത് കഴിച്ച് തുടങ്ങേണ്ട സമയമായി എന്ന് കുറേ നാളായിട്ട് വിചാരിക്കണം. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഉഴപ്പി പോകും. അല്ലാത്ത വൈറ്റമിൻ ടാബ്ലറ്റ്സും മൾട്ടിവിറ്റമിൻസും ഒക്കെ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പോരാ, ഇതും കൂടി വേണം എന്ന് തോന്നിയ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് ഇത് കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ സപ്ലിമെൻ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്നോട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു ഞാൻ കഴിക്കുന്ന സപ്ലിമെൻ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാനിത് കാണിക്കുകയാണ്. ഇതിൻ്റെ തന്നെ പല പല ബ്രാൻഡ്സിൻ്റെ കിട്ടും. പക്ഷേ ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ കഴിക്കുന്ന ഞാനിതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഗ്ലൂത്തത്തോയോണിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഗ്ലൂത്തത്തോയോൺ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻ്റാണ്. ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമുക്ക് വളരെ അത്യാവശ്യമുള്ളത്, നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. സ്കിന്നിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്, നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വേണം. അപ്പോൾ ഗ്ലൂത്തത്തോയോൺ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് സ്കിന്നിന് വേണ്ടിയിട്ട്. അത് പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മെലാനിൻ പ്രൊഡക്ഷൻ കുറച്ച് തരും. രണ്ടാമത്തെ കാര്യം, ലിവർ ഡീടോക്സിഫൈ ചെയ്യും. അപ്പോൾ ലിവർ ഡീടോക്സിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്താണത്. സ്കിന്ന് നല്ല ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റായിട്ട് മാറും. സ്വാഭാവികമാണ്, ലിവർ നല്ല ക്ലിയർ ആയി കഴിഞ്ഞാൽ സ്കിൻ അത്രത്തോളം നല്ലതായിട്ട് ഗ്ലോ ചെയ്യും. ഇനി മെലാനിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. അത് നമ്മുടെ ബോഡിയിലുള്ള ഒരു പിഗ്മെൻ്റാണ്. ഈ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പിഗ്മെൻറ്റ്. ഈ ഒരു പിഗ്മെൻറ്റ് ആവശ്യമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി, ഇതിനെല്ലാം, ഇപ്പോൾ നമ്മുടെ ഐബ്രോസ്, ഇതിനെല്ലാം കറുത്ത നിറം കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാട്ടെവർ കളർ, നമുക്ക് നല്ല കളർ, ഈ ഒരു ഇന്ത്യൻ സ്കിൻ എന്ന് പറഞ്ഞാൽ കറുത്ത കളറാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഹെയറൊക്കെ കറുത്തല്ലേ, നമ്മുടെ യൂറോപ്യൻസിൻ്റെ കളറല്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ്റെ ആ ഒരു അളവനുസരിച്ചിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാലും ദോഷമാണ്. ഓവർ പ്രൊഡക്ഷൻ വരുമ്പോഴാണ് നമുക്കത് പിഗ്മെൻറ്റേഷൻ മുതലായ കാര്യങ്ങൾ സ്കിന്നിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സമയത്തൊക്കെ മെലാനിൻ ഭയങ്കരമായിട്ട് ഓവർ പ്രൊഡക്ഷൻ വരുന്ന സമയമാകുമ്പോൾ ഒരു ഏജൊക്കെ കഴിയുമ്പോൾ ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ഗ്ലൂത്തത്തോയോണിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകണം. അപ്പോൾ ഈ മെലാനിൻ സത്യം പറഞ്ഞാൽ ഓവർ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിഗ്മെൻറ്റേഷൻ മാത്രമല്ല, അൺഈവൻ സ്കിൻ ടോൺ, അവിടെ ആയിട്ട് കറുത്ത പാച്ചസ് വരുമ്പോഴാണ് അൺഈവൻ സ്കിൻ ടോൺ ആകുന്നത്. പിന്നെ അതുപോലെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആകും, ഡള്ളാകും. ഇതെല്ലാം ഒഴിവാക്കി കിട്ടും ഗ്ലൂത്തത്തോയോൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ ബോഡിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ. അത് നമ്മുടെ സ്കിന്നിനെ അത് നല്ലതായിട്ട് റിജുവിനേറ്റ് ചെയ്ത് നല്ല ബ്രൈറ്റൻഡായിട്ട് തരാം. ആ ബ്രൈറ്റനിങ് വരുന്നത് എങ്ങനെയാണ്, അത് ലിവർ ഡീടോക്സിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നു. പിന്നെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു, കുറയ്ക്കുന്നു, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഓവർ പ്രൊഡക്ഷനൊക്കെ മാറിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഗ്ലൂത്തത്തോയോണിന് HK വൈറ്റൽസിൻ്റെ ഗ്ലൂത്തത്തോയോണാണ് സെലക്ട് ചെയ്തതെന്ന് പറയാൻ കാര്യം, മാർക്കറ്റ്സിൽ പല ബ്രാൻഡ്സിൻ്റെയും ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ് ഗ്ലൂത്തത്തോയോണിൻ്റെ. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 600 mg ഗ്ലൂത്തത്തോയോണിൻ്റെ പ്രസൻസ് ഇതിനകത്തുണ്ട്. അത് ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അത് കൂടാണ്ട് ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇ മാത്രമല്ല, വൈറ്റമിൻ സിയും ഉണ്ട്. അതും കൂടാണ്ട് നമ്മുടെ ഹൈറലോണിക് ആസിഡും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ് ഇവരുടെ HK വൈറ്റൽസിൻ്റെ ഗ്ലൂത്തത്തോയോൺ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇരട്ടി ഗുണം ചെയ്യും. കാരണം വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ഗ്ലൂത്തത്തോയോണിൻ്റെ കൂടെ ചേർന്ന് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിരിക്കും ഇതിൻ്റെ പ്രവർത്തനം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതായത് ഗ്ലൂത്തത്തയോണിൻ്റെ കൂടെ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും കൂടെ ചേർന്ന് വരുമ്പോൾ ഇത് അതിൻ്റെ കുറച്ചുകൂടെ പവർഫുൾ ആകുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇഫക്റ്റ് കുറച്ചുകൂടി കൂടുക. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഗ്ലൂത്തത്തയോണിൻ്റെ സെർച്ചിലാണ് ഞാൻ ഈ HK വൈറ്റൽസിൽ ചെന്നെത്തിയിരിക്കുന്നത്. HK വൈറ്റൽസിൻ്റെ ഗ്ലൂത്തത്തയോണിൽ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. ഇത് കൂടാണ്ട് ഹൈറലോണിക് ആസിഡും കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇത് കുറച്ചുകൂടി ബെനിഫിഷ്യലാണ്. അപ്പോൾ ഗ്ലൂത്തത്തയോൺ ഈസ് മോർ ഇഫക്റ്റീവ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ എന്നാണ് പറയുന്നത്. കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ തന്നെ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും കൂടെ ചേർന്ന് വരുമ്പോൾ ഭയങ്കര എഫക്റ്റീവാണെന്ന് പറയും. അതിൻ്റെ കൂടെ ഗ്ലൂത്തത്തയോണും കൂടി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കും, മൂന്നും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് മാറും. അതിൽ വൈറ്റമിൻ സി ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും, നല്ലതായിട്ട് കുറച്ചുകൂടെ ഒരു കളറൊക്കെ കൂട്ടിത്തരാനായിട്ട് സഹായിക്കും. ഒന്ന് ബ്രൈറ്റ് ആക്കി തരും. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും. പിന്നെ വൈറ്റമിൻ ഇയും അതിനോടൊപ്പം ഹൈറലോണിക് ആസിഡും കൂടി വന്നു കഴിയുമ്പോൾ സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ഹൈഡ്രേറ്റഡ് ആകും, ആ ഒരു ഡ്രൈനെസ്സും ഡൾനെസ്സും ഒക്കെ മാറിക്കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ ഗ്ലൂത്തത്തയോണും കൂടി ആകുമ്പോൾ എന്തായിരിക്കും, സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷനും അൺഈവൻ സ്കിൻ ടോണും ഡൾനെസ്സും എല്ലാം മാറി പക്കയാക്കി തരും. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആകും, നല്ല ഗ്ലോയി ആകും, നല്ല ബ്രൈറ്റും ആകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സപ്ലിമെൻറ്റ് കഴിക്കുന്നതുകൊണ്ട് കിട്ടാൻ പോണ ഗുണങ്ങളാണ്. ഇനി ഇതിൻ്റെ കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നത്. അത് വെറും വയറ്റിലല്ല, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു. അതിലേക്ക് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന്, ഇതെങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് ഗ്ലൂത്തത്തയോണിൻ്റെ ഒരു ടാബ്ലറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു അലിഞ്ഞ് നല്ലൊരു ഫിസ് പോലെ ഇങ്ങനെ വരും, നല്ല എന്താ പറയുക, നമ്മളൊരു ഫിസിങ് സൗണ്ടൊക്കെ കാണാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കുടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഈ സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റം എനിക്ക് കാണുന്നുമുണ്ട്. എൻ്റെ സ്കിന്ന് കുറച്ചുകൂടി ഫ്രഷായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു ഇൻസൈഡായിട്ടുള്ളൊരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്, കമ്മിങ് ഫ്രം ഇൻസൈഡ്. പുറമേ ഉള്ള ആപ്ലിക്കേഷൻ അല്ലാണ്ട് തന്നെ ഒരു ഗ്ലോയും സ്കിന്നിന് കുറച്ചുകൂടി ഒരു ഹെൽത്തി ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. പക്ഷേ ഒരുപാട് നാളായിട്ടില്ല, കുറച്ച് നാളായിട്ട് കഴിച്ചു തുടങ്ങിയിട്ട്. ഇതൊരു 3 മാസം ആകുമ്പോഴാണ് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡാണ്. പക്ഷേ ഇപ്പം തന്നെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്കൊരു തുടക്കത്തിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ മാറി തുടങ്ങും. പിന്നെ 2 വീക്സ് 3 വീക്സ് ആകുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്ന് ഫൈനലി ഒരു 3 മാസം ആകുമ്പോൾ പെർഫെക്റ്റ് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല വിസിബിൾ റിസൾട്ട്സ് കാണാമെന്നാണ് പറയുന്നത്. ഒരു ഫ്യൂ മന്ത്സ്, അതായത് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റർ സ്കിന്ന് ആയി എന്ന് നമുക്ക് ശ്രദ്ധയിൽപ്പെടും. നിങ്ങൾക്കും അത് മനസ്സിലാവും കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ. ഒരു ദിവസം കഴിച്ചു, അല്ലെങ്കിൽ ഒരാഴ്ച കഴിച്ചു, പിന്നെ 2 ആഴ്ച കഴിച്ചില്ല, അത് കഴിഞ്ഞ് കഴിച്ചു തുടങ്ങുക, അത് പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. മാത്രമല്ല കറക്റ്റായിട്ടുള്ള നല്ല ബ്രാൻഡ്സ്, അതായത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ബ്രാൻഡ്സിനെ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഗ്ലൂത്തത്തയോൺ കഴിച്ചിട്ട് കാര്യമില്ല, പക്ഷേ നല്ല ട്രസ്റ്റ് വർത്തി ബ്രാൻഡ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചത് HK വൈറ്റൽസിൻ്റെ തന്നെയാണ്. അതെനിക്കിപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് അലിഞ്ഞു കഴിഞ്ഞു. നല്ല ഫിസി ആഹാ, നല്ല ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ. ഇനി കുടിക്കുന്നു. വെരി ടേസ്റ്റി. നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് എന്താ പറയുക, ഓറഞ്ചിൻ്റെ സ്ക്വാഷൊക്കെ കുടിക്കില്ലേ, ഏതാണ്ട് ആ ഒരു ടേസ്റ്റാണ്. നല്ലൊരു സിട്രസ് ടേസ്റ്റ്, നൈസ് ഓറഞ്ച് ഫ്ലേവർ. കുടിക്കാനും എളുപ്പമാണ്. നല്ലൊരു ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കും. അത്രയും ഗുണവും ഉണ്ട്, രുചിയുമുണ്ട്. ഇനി എന്ത് വേണം അല്ലേ, എളുപ്പമാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഈ ബ്രാൻഡ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ HK വൈറ്റൽസിൻ്റെ ഗ്ലൂത്തത്തയോണാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ hkvitals.com പോയാൽ മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എൻ്റെ ഒരു കൂപ്പൺ കോഡും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് കിട്ടും. ലക്ഷ്മി 10 LEKSHMI10 ലക്ഷ്മി 10 എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ മതി, കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും. ഇനി ഇതിൻ്റെ ലിങ്ക് കോഡ് മുതലായ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ടും കിട്ടും. നല്ലൊരു പ്രോഡക്റ്റാണ്, ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ 2 പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞ് 2 സപ്ലിമെൻ്റ് ആയത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് ഉണ്ട്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഡയറ്റ്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴേ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആൻഡ്
ഹെൽത്തി ആയി മാറുള്ളൂ കേട്ടോ, ബ്രൈറ്റ് ഗ്ലോയിങ് ഒക്കെ ആയി വരുള്ളൂ. കാര്യം സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ നമ്മളൊരു ശ്രദ്ധ വേണം. അതായത് ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നല്ല ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ കഴിക്കേണ്ടത്. എസ്പെഷ്യലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം. പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഈ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിന്നിൻ്റെ റീജനറേഷൻ്റെ കാര്യത്തിലും സ്കിന്നിൻ്റെ റിപ്പയറിൻ്റെ കാര്യത്തിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീനിന് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട്. പിന്നെ അതുപോലെ കഴിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഡയറ്റിൽ ഉണ്ടാകേണ്ട കാര്യം നല്ല ഹെൽത്തി ഫാറ്റ്സ്, ഒമേഗ 3 പോലെയുള്ള ഹെൽത്തി ഫാറ്റ്സ്. ഒമേഗ 3 ഉള്ളത് ധാരാളം കിട്ടുന്നത് നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ട്, പലതരം സീഡ്സിലുണ്ട്, പിന്നെ മത്തി പോലെയുള്ള നല്ല ഫിഷിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നല്ല ഹെൽത്തി ഫാറ്റ്സും നമ്മൾ ഒമേഗ 3 ഒക്കെ നമ്മുടെ ഡയറ്റിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്കതൊരു ഹെൽത്തി ഫുഡാണ്, ബാലൻസ്ഡ് ഡയറ്റ്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറയുന്നത് ധാരാളം ലീഫി വെജിറ്റബിൾസ്, അല്ലാണ്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ അത് സാലഡ്സ് ആയിട്ടും അല്ലാതെ കറികളായിട്ടും ഒക്കെ, പിന്നെ ഫ്രൂട്ട്സ്, അതിൽ നിന്നെല്ലാം ധാരാളം വൈറ്റമിൻസ്, മിനറൽസ് മുതലായ കാര്യങ്ങൾ, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഡയറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. തേർഡ് പോയിൻ്റാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം. അപ്പോൾ നല്ലൊരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ്, അതും മറക്കണ്ട. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോൾ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും കിട്ടുമെന്ന് പറയുന്നതിന് ഒരു പ്രധാന കാര്യം, നമ്മുടെ സ്കിന്ന് ഏജിങ്, പ്രീമച്വർ ഏജിങ്ങിനെ തടയാനായിട്ട് സഹായിക്കും. ഫൈൻ ആൻഡ് റിങ്കിൾസ് മുതലായ കാര്യങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വെള്ളം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കുടിക്കുന്നത് ഒരു 8, 10, 12, ചിലരൊക്കെ അതിലും കൂടുതൽ കുടിക്കും കേട്ടോ. മിനിമം ഓഫ് 8 to 12 ഗ്ലാസസ് ഓഫ് വാട്ടർ കുടിക്കണം എന്നാണ്. എന്നാലേ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുള്ളൂ. 1. 2, നമ്മുടെ സ്കിന്നിനകത്തുള്ള, അതായത് ബോഡിയിലുള്ള ടോക്സിൻസ് പുറത്തേക്ക് തള്ളാനായിട്ടും വാട്ടർ കുടിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ടർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യം നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ. അപ്പോൾ ബോഡിയിലുള്ള ടോക്സിൻസ് എല്ലാം പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്താലല്ലേ സ്കിന്ന് ഗ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി കുറയ്ക്കേണ്ട, അത് നല്ല രീതിയിൽ തന്നെ കുടിക്കുക. പിന്നെ ഒരു സത്യാവസ്ഥ പറയാമല്ലോ, നമ്മളെല്ലാവരും, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ആരും തന്നെ ഇത്രയും ശ്രദ്ധിച്ച് എല്ലാ ദിവസവും നമുക്ക് ഇത്രയും നല്ലൊരു ഡയറ്റ് ഒരു പക്ഷേ കഴിക്കാൻ പറ്റണമെന്നില്ല. പ്രോട്ടീൻ റിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ട് എവറിഡേ നമ്മുടെ റുട്ടീനിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഒരു പക്ഷേ നമ്മൾ 1 മാസം കഴിക്കും, ചിലപ്പോൾ 2 മാസം കഴിക്കും, ചിലപ്പോൾ അത് വിട്ടുപോകും. നമ്മുടെ ജോലിയുടെ തിരക്ക് കൊണ്ടോ മറ്റു പല കാര്യങ്ങൾ കൊണ്ടോ വിട്ടുപോകുന്ന കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഡെഫിസിറ്റ് വരും നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ. അങ്ങനെ വരുമ്പോഴും സപ്ലിമെൻറ്റ്സ് മുടക്കരുത്, അത് നമുക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. വെള്ളം കുടിയും മുടക്കരുത്. മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്നും മുടക്കിയാലും കുഴപ്പമില്ല, പക്ഷേ കഴിയുന്നിടത്തോളം നമ്മൾ നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കുക. ബോഡിയെ ശ്രദ്ധിക്കുമ്പോൾ ഈ ബാലൻസ്ഡ് ഡയറ്റും ഈ ബോഡിയെ നറിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ബോഡി നറിഷ്ഡ് ആയാലല്ലേ സ്കിന്നും ഒക്കെ അതിൻ്റെ പാർട്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതാണ് എനിക്ക് മൂന്നാമത് പറയാനുള്ള ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, അതായത് സ്കിൻ സൂക്ഷിക്കുന്നതിൻ്റെ തേർഡ് പോയിൻ്റാണ്. ഇനി 4ാമത്തെ പോയിൻ്റ് പറയാം. 4ാമത്തെ പോയിൻ്റ് വേറെ ഒന്നുമല്ല, എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ബോഡിയെ വർക്കൗട്ട് ചെയ്യിക്കുക കുറച്ച് ആവശ്യമാണ് എല്ലാവർക്കും. ഒരു മിനിമം ഒരു അരമണിക്കൂർ റോഡിലിറങ്ങി നടന്നാലും മതി, വീടിന് ചുറ്റുമുള്ള വഴിയിലൂടെ നടന്നാലും മതി, അങ്ങനെയൊക്കെ ചെയ്താലും മതി കേട്ടോ. ഒരു 30 minutes ഓഫ് വാക്കിംഗ് ഈസ് മോർ ദാൻ എനഫ്. പക്ഷേ അല്ലാണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയാൽ യോഗയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു സൂംബ ഡാൻസിന് പോവുകയാണെങ്കിലോ എല്ലാം നല്ലതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ജിം പോലെ ഉണ്ടെങ്കിൽ അതിൽ, വാക്കർ ഉണ്ടെങ്കിൽ അങ്ങനെ, എന്താണെന്ന് വെച്ചാൽ ഒരു വർക്കൗട്ട് സെഷൻ ഈസ് വെരി നൈസ്. എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം, നമുക്കൊരു ബോഡിയെ വർക്കൗട്ട് ചെയ്യണം. ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചറാണ് സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം. സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യും. വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഗുണമുണ്ടാകുന്ന ഏത് കാര്യത്തിനാണെന്നറിയാം, ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് നല്ല രീതിയിൽ സ്കിൻ സെൽസിലേക്ക് സപ്ലൈ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ സെല്ലിന് ഇങ്ങനെ ധാരാളമായിട്ട് ഓക്സിജനൊക്കെ നല്ല പാകത്തിന് ന്യൂട്രിയൻസും ഒക്കെ കിട്ടിയാൽ സ്വാഭാവികമല്ലേ സ്കിന്ന് ഗ്ലോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ, അത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് ആർക്കാണെങ്കിലും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു നാച്ചുറലായിട്ടുള്ളൊരു വർക്കൗട്ട് സെഷൻ, ഒരു ബൂസ്റ്റിംഗ് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്കലി ഗ്ലോ ചെയ്യും. നമുക്ക് തന്നെ അറിയാം, നമ്മളൊന്ന് എക്സസൈസ് ചെയ്തിട്ട് ശരീരമൊക്കെ നന്നായിട്ട് വേർക്കും, മുഖമൊക്കെ നല്ല ചുമന്ന് വരും. കണ്ടിട്ടില്ലേ അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെ? നമ്മൾ തന്നെ ഒന്ന് നടന്നിട്ടൊക്കെ ഒരു ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നടന്നിട്ട് വന്നാൽ നല്ല രീതിയിലൊരു വേർക്ക്, നല്ലൊരു ബ്ലഷ്ഡ് ഒരു ലുക്കൊക്കെ വരും. ഈ വേർക്കുന്നത് നല്ലതാണ്, അത് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് എല്ലാം
ഇങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുന്നൊരു പ്രോസസ്സാണ്. മാത്രമല്ല നമുക്കൊരു റെഗുലറായിട്ടൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഫാക്ടർ ഒരുപാട് കുറയും എന്ന് പറയും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരെല്ലാവരും വളരെ സ്ട്രെസ്ഡ് ഔട്ടാണ് പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ശരീരം ഇങ്ങനെ നന്നായിട്ട് എക്സസൈസ് ചെയ്യും, ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാം, പല കാര്യങ്ങളും ചെയ്യാം. എക്സസൈസ് പറഞ്ഞാൽ പിന്നെ സ്വിമ്മിങ്ങിന് പോകാം, ഇതൊക്കെ എക്സസൈസാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കുന്നതാണ്. സ്ട്രെസ് ഉണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് വരാനും മുഖക്കുരു വരാനും ഇൻഫ്ലമേഷൻസ് വരാനും ഒക്കെ ഉള്ള കാരണമാണ്. അപ്പോൾ അതെല്ലാം ഒഴിവായി കിട്ടും. അങ്ങനെ വരുമ്പോൾ നാച്ചുറലായിട്ട് ഈ നാച്ചുറൽ പ്രോസസ്സിലൂടെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിരിക്കും, ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടും. അങ്ങനെ നാച്ചുറൽ വേ തന്നെ നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഈ 4 പോയിൻറ്റ്സും ശ്രദ്ധിക്കുക. ഒരു കൺക്ലൂഷനായിട്ട് എനിക്കിതാണ് പറയാനുള്ളത്. 4 പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഈസ് അറിയാലോ, ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് സ്ലീപ്പ്. രണ്ടാമത് സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ മറക്കണ്ട. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഡയറ്റ് ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം നമ്മുടെ എക്സസൈസ് ശ്രദ്ധിക്കുക. ഇതെല്ലാം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ എളുപ്പത്തിന്, പിന്നെ ഞാൻ അല്ലാതെ കാണിക്കുന്ന പുറമേ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുക. ഫേസിലൊക്കെ ഇടാൻ പറ്റുന്നത്, തലമുടിയിൽ പുരട്ടുന്ന കാര്യങ്ങൾ, മാസ്ക്, ഇതെല്ലാം. അതൊന്നും വില കൂടിയ കാര്യങ്ങൾ വാങ്ങിച്ച് ചെയ്യണമെന്നില്ല. നമ്മുടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ച്, നാച്ചുറൽ റെമഡീസ് വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അധികം പൈസ ചിലവില്ലാതെ നമുക്ക് നല്ല ഫിറ്റായിരിക്കാനും നല്ല ഗ്ലോയി സ്കിൻ ഉണ്ടാവാനും നല്ല ബ്രൈറ്റ് സ്കിൻ ഉണ്ടാവാനും പ്രിമച്വർ ഏജിങ്ങിനും ഒക്കെ തടയുന്ന രീതിയിൽ നമുക്ക് നമ്മളെ ഒരു സെൽഫ് കെയർ നടത്താൻ പറ്റിയ എളുപ്പ പരിപാടികളാണ്. അപ്പോൾ ഈ ഒരു റുട്ടീൻ മറക്കണ്ട. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റുട്ടീൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എക്സസൈസും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ മേളിലൊരു ചെറിയൊരു ജിമ്മോ പോലെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണിച്ചില്ല എന്തായാലും. ഓക്കെ, ഒരു ദിവസം അത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാ കാര്യവും ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുക. ഒരു 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു വിസിബിളായിട്ടുള്ളൊരു റിസൾട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന HK വൈറ്റമിൻസിൻ്റെ ഗ്ലൂത്തതയോണാണ് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലിങ്കും കൂപ്പൺ കോഡും ലക്ഷ്മി 10 എന്നുള്ള കൂപ്പൺ കോഡും കൊടുത്തേക്കാം. നോക്കുക, വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ റുട്ടീൻ. ഒക്കെ എങ്ങനെയാണ് സ്കിന്നെ സൂക്ഷിക്കുന്നത്, എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. കമൻറ്റ് ബോക്സിലേക്ക് വരിക. എന്തായാലും നിങ്ങൾ ഈ ഒരു റുട്ടീൻ ഒരു 3 മാസം ഫോളോ ചെയ്യുക, എന്നിട്ട് റിസൾട്ട് എന്നോട് പറയാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.